ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അമൃതപ്പൊടി കൊണ്ടൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കിയാലോ. അതിനായി ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ട് അതിൽ കുറച്ച് അമൃതം പൊടി എടുക്കാവേ. ഇനി അമൃതം പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് തേങ്ങയാണ്. ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, അപ്പം അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് ഇടുക. ഞാനിവിടെ അരക്കപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ചേർക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പാളയംകോടൻ പഴം. അത് ഞാനിവിടെ 7 എണ്ണമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. നമ്മുടെ മാവൊന്ന് സോഫ്റ്റായി കിട്ടാനാണ് പഴം ചേർക്കുന്നത്. ഇനി നമുക്കിതിൽ ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടി. അപ്പം നമ്മുടെ മിക്സിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. അത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവാക്കി എടുക്കാവേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് നല്ലോണം ആവി പിടിക്കട്ടെ. അപ്പോൾ ദാ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഞാനിവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണേ, ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ വൈനയിലേക്കകത്ത് എടുത്തിട്ട് നമുക്കിത് ഓരോ ബോൾസാക്കി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ 2 എണ്ണം വെക്കുന്നുണ്ടേ. നമ്മുടെ ഇലയുടെ വലിപ്പം അനുസരിച്ചാണ് വെക്കുന്നത്. ഒരെണ്ണം വേണമെങ്കിലും വെക്കാം, 2 എണ്ണം വെക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുത്തിയെടുത്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഓരോന്നും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എല്ലാ മാവും അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിനകത്തോട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഓരോന്നും ഇതിനകത്ത് സ്റ്റീമറിലോട്ട് പറക്കി വെക്കാവേ. നമ്മൾ ഓരോന്നും ഇങ്ങനെ പറക്കി വെച്ചു. അപ്പോൾ ഫൈനലി എല്ലാം കഴിയാറായി. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. അപ്പോൾ അടച്ചൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ തെരളിയപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.